ഹലോ ഐ ആം കിക്ക്. അപ്പോൾ പൊന്നു മച്ചാമാരെ, നമ്മളിന്ന് വന്നത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാട്ടോ. കാരണം നമ്മൾ അടിക്കുന്ന ഒരൊറ്റ ഷോട്ടും ബോർഡിലോട്ട് പോകണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്ലെയർ നോക്കായി കിടക്കുകയാണെന്ന് അർത്ഥം. അങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ ഹെഡ്ഷോട്ടിലൂടെ പോവാം. അപ്പോൾ ഇതിൻ്റെ അപ്ലോഡ് പ്രോസസ്സ് കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നവർ മാത്രമേ പ്രോപ്പറായി വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? പിന്നെ ഇത്രയും നല്ലൊരു ഫയൽ എന്നുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഒരു ലൈക്കും, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ എന്ത് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഫ്രീ ഫയർ മാക്സിൻ്റെ ഫയലും നോർമൽ എഫിൻ്റെ ഫയലും ഇടാത്തതെന്ന് വെച്ചാൽ അത് പലർക്കും പ്രോപ്പറായി വർക്കാവുന്നില്ല, പ്രത്യേകിച്ച് ഡ്രാഗ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ. ഇതങ്ങനെയല്ല, ഇത് വെറുതെ നമ്മുടെ ഫയർ ബട്ടൺ ഞെക്കി കൊടുത്താൽ മതി, തന്നെ ഷോട്ടിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇത് യൂസ് ചെയ്യുക, ഫ്രീ ഫയർ മാക്സ് ഉള്ളവരാണ് നോർമൽ എഫ് ഉണ്ടെങ്കിൽ ഡിലീറ്റ് ആയ ശേഷം നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ ഗ്ലോബൽ എഫ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഒരിക്കലും ഫ്രീ ഫയർ മാക്സിലോ നോർമൽ എഫിലോ വർക്കാവില്ല. ഓക്കെ, ഉറപ്പായിട്ടും ഗ്ലോബൽ എഫ് മാത്രമേ വർക്കാവത്തുള്ളൂ. ഇത് 100% വർക്കിംഗ് ആ ഫയലാണ്. കമൻറ്റ് ബോക്സിൽ വളരെ വർക്കിംഗ് അല്ലാതെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആണ്. 101%. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കാവാതിരിക്കില്ല. അത് 101% ഞാൻ ഗ്യാരണ്ടി തരുന്നു. പിന്നെ ഗ്ലോബൽ എഫ് നോർമൽ എഫ് ആണെന്ന് വിചാരിക്കരുത്, അത് നല്ല ഡിഫറൻറ്റ് ഉണ്ട് ഗ്ലോബൽ എഫ് നോർമൽ എഫ്. ഓക്കെ, പിന്നെ ഇത്തിരി ഫേക്ക് ഡാമേജ് കാര്യങ്ങൾ പോകുന്നുണ്ട്, അത് ഇടയ്ക്കേ പോകത്തുള്ളൂ. അതും ഫീമെയിൽ ക്യാരക്ടറിനാണ്, മെയിൽ ക്യാരക്ടറിന് ഫേക്ക് ഡാമേജ് കാര്യങ്ങൾ പോകുന്നില്ല. ഓക്കെ, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ പ്ലീസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് കാര്യം പോയി നോക്കാം. നമ്മുടെ കൂടെ തന്നെ സെറ്റപ്പ് കാര്യം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. എന്നിട്ട് സാർച്ചോറെന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പുതുതായിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഗ്ലോബൽ എഫും ഈ സിപ്പും ഒരൊറ്റ ഇതിലാക്കി വെക്കുക. ഞാൻ കാട്ടുന്ന പോലെ തന്നെ ചെയ്യാം, ഞാൻ മാത്രമേ പ്രോപ്പറായി വർക്കാവത്തുള്ളൂ. എന്നിട്ട് ഗ്ലോബൽ എഫ് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മൾ കാട്ടുന്ന അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. ഇത് ഒരു മിസ്റ്റേക്ക് ആരും വരുത്തരുത്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നതൊക്കെ കേൾക്കണം. സ്കിപ്പ് ചെയ്ത് പോലടാ, എന്താണ് കാണിക്കുന്നത്? സ്കിപ്പ് ചെയ്ത് പോകാതെ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക, ഇന്നലെ പ്രോപ്പറായി വർക്കുള്ളൂ. എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ഞാൻ ഓൾറെഡി ഇത് ആയതുകൊണ്ടാണ് അപ്ഡേറ്റിങ് വരാത്തത്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ലോബിലെത്തി ഒരു ഗസ്റ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ട്രെയിനിങ് ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്തിട്ട് ഒരു ഗസ്റ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ട്രെയിനിങ് ഗ്രൗണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. സ്റ്റാർട്ടാക്കണം, എന്നാലേ പ്രോപ്പറായി വർക്കാവത്തുള്ളൂ. ട്രെയിനിങ് ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ല കേട്ടോ പ്ലീസ്. ട്രെയിനിങ് ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബാക്ക് അടിച്ചേക്കാം. ബാക്ക് അടിച്ച് ക്ലിയർ ചെയ്തു കേട്ടോ. ഫ്രീ ഫയർ ക്ലിയർ ചെയ്ത് എപ്പോഴാണ് ക്ലിയർ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. എന്നിട്ട് നമ്മളെ മറ്റേ സിപ്പൊന്ന് എക്സ്ട്രാക്റ്റ് ഹെറർ ക്ലിക്ക് ചെയ്യാം. സിപ്പ് എക്സ്ട്രാക്റ്റ് ഹെറർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പാസ്വേഡ് വരും. നമ്മുടെ 7K ഫാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലാർജ് ലെറ്ററാണ്. ഇവിടെ ഒരുതരം മിസ്റ്റേക്ക് വന്ന് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഗോ 7K ഫാം ലാർജ് ലെറ്ററാണ്. പാസ്വേഡ് കറക്റ്റായിട്ട് അടിച്ചാൽ മാത്രമേ പ്രോപ്പറായി വർക്കാവുള്ളൂ. ഓക്കെ, ഗോ 7K ഫാം പാസ്വേഡ്. അപ്പോൾ എക്സ്ട്രാക്റ്റ് ഹെറർ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാക്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേണ്ടത് ഈ ഫയൽസ് എന്ന് ഫോൾഡർ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് നെക്കി പിടിച്ചിട്ട് കോപ്പി ചെയ്തേക്കാം. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് പോയിട്ട് ആൻഡ്രോയിഡ് ഡാറ്റ എടുക്കുക. എന്നിട്ട് കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയറിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. പറയുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യണം. ഞാൻ മാത്രം ഫേക്ക് ഡാമേജ് ഒക്കെ റിമൂവ് ആക്കുക, പ്രോപ്പറായി വർക്കാവത്തുള്ളൂ. ഫയൽസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോൺഫിഗ് എങ്ങനെ ഫയൽസ് ക്ലിക്ക് ചെയ്തിട്ട് കോൺഫിഗിൻ്റെ ഉള്ളിൽ ആദ്യത്തെ എഡിറ്റാസ്മെൻറ്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. ഞാൻ മാത്രമേ പ്രോപ്പറായി വർക്കാവത്തുള്ളൂ. ആദ്യത്തെ അതൊന്ന് തൊടുക, അവിടെ ആരോ മാർക്ക് കാണുന്നുണ്ടോ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അടിയിലേക്ക് സ്ക്രോൾ ചെയ്താൽ എഡിറ്റാസ്മെൻറ്റ് കാണാൻ പറ്റും. നമുക്ക് തൊടുക, ഓപ്പൺ അല്ല, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, എഡിറ്റാസ്മെൻറ്റ് കാണും. ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക, അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക, എഡിറ്റാസ്മെൻറ്റ് കാണും. ഞാൻ ഓൾറെഡി കൊടുത്തോണ്ടാണ് പെട്ടെന്ന് വരുന്നത് എഡിറ്റാസ്മെൻറ്റ്. അപ്പോൾ എല്ലാതും എഡിറ്റാസ്മെൻറ്റ് കൊടുത്തേക്കാം. ഞാൻ ഇതിലെല്ലാം കൊടുക്കുന്നില്ല, നിങ്ങളെല്ലാം എഡിറ്റാസ്മെൻറ്റ് കൊടുത്തേക്കാം. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് ഒന്ന് ബാക്ക് അടിച്ച് വരിക. ഡിവൈസ് സ്റ്റോറേജ് ചെയ്യുക, കാരണം നമ്മൾ ഒരു ഫോൾഡർ കൂടെ കൊടുക്കാണ്ട് UA എന്ന ഫോൾഡർ ഡ്രാഗ് ചെയ്ത് കോപ്പി ചെയ്യാം. ഡ്രാഗ് ചെയ്യുക, കോപ്പി ചെയ്യുക. കുറച്ച് ഫാസ്റ്റ് പറയുന്നെങ്കിലും ശ്രമിച്ചേക്കാം. ലൈക്ക് അടിക്കാൻ മറക്കില്ല കേട്ടോ. എന്നിട്ട് ഡിവൈസ് സ്റ്റോറേജ് ആൻഡ്രോയിഡ് ഡാറ്റ എടുക്കുക. എന്നിട്ട് കോം ഡീറ്റെയിൽസ് ഫ്രീ ഫയറിൽ ഫയൽസിൽ കണ്ടന്റ് ക്യാച്ചിൽ ടംബ് മൾട്ടിത്രെഡ് അല്ല ആൻഡ്രോയിഡ് മൾട്ടിത്രെഡ് കംപ്ലക്സ് റൈസിൽ ഗെയിം അസിസ്റ്റ് ബണ്ടിൽസിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ FF ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി FF കയറാം. അപ്പോൾ അത്ഭുതം സംഭവിച്ച് കാണാൻ പറ്റുന്നതായിരിക്കും. ആ അത്ഭുതങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത എല്ലാവരും വീഡിയോ കണ്ടുമുട്ടാൻ വീണ്ടും